എവിടെ പോണം? കൊടിവേരി. ഞങ്ങൾ കൊടിവേരി വാട്ടർഫാൾസിൽ പോണാണ്. വെള്ളച്ചാട്ടത്താ? എന്തിനാ പോണ? കൊടിവേരി. ഞങ്ങള് കൊടിവേരി പോണാണ്. കൊടിവേരി. പപ്പ എവിടെ പോണ? പപ്പ എന്റെ മോൻ വിളിക്കണത്തൊക്കെ പോവും. മോനെവിടെ പോണെച്ചാ അവിടെ പോണു. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ കൊടിവേരിയാണ്. ഇവിടെ തമിഴ്നാട് കോയമ്പത്തൂരിലുള്ളൊരു ചെക്ക് ഡാം പോലത്തെ ഒരു സെറ്റപ്പാണ്. വാട്ടർഫോൾ എന്നൊക്കെ ഒരു പറഞ്ഞ വെറുതെ. അപ്പൊ അവിടെ നമ്മളിതിന് പോയിട്ടുണ്ട്. അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ കഴിക്കുന്ന സെറ്റപ്പൊക്കെ ആയിരുന്നു. നമ്മളെല്ലാം അവിടെ ഉണ്ടാക്കി തന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാവും. അപ്പൊ പോണ കാഴ്ചകളെ കാണാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ സായി ബൃന്ദാവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ എല്ലാവരും വെറൈറ്റി സാധനങ്ങളാണ് മേടിച്ചത്. ഞാൻ പൊടി മസാല ദോശയാണ് മേടിച്ചത്. അതുപോലെ തന്നെ അവിടെ മിനി ടിഫിൻ ഉണ്ടായിരുന്നു. മിനി ടിഫിൻ എന്ന് പറയുമ്പം ആ ഒരു കോംബോയിൽ ഇഡ്ഡലി, അതുപോലെ റവ ദോശ, പൂരി ഉണ്ടാവും, പൊങ്കൽ ഉണ്ടാവും, അതുപോലെ ഒരു സ്വീറ്റ് ഉണ്ടാവും, നമുക്ക് ചായ ഉണ്ടാവും, വട ഉണ്ടാവും. ഇത്രയും സാധനങ്ങളാണ് ആ ഒരു മിനി ടിഫിനിലുള്ളത്. അത് കിടിലനായിരുന്നു. ഇത് നമ്മൾ കോയമ്പത്തൂർ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. അതായത് സിഗ്നലിൽ ഇവരിങ്ങനെ ഒരു ഗ്രീൻ ഷീറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. അതായത് 2 വീലേഴ്സിനുള്ളവർക്ക് അല്ലെങ്കിൽ സിഗ്നലിൽ കിടക്കുന്നവർക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് എന്താ പറയാ? ഇതൊക്കെ നോക്കി, ഇതൊക്കെ എത്ര വർഷമായി. പിന്നെ ലുലു മാൾ പണിയാൻ സ്ഥലം കൊടുക്കാം. ആ സ്ഥലം എടുത്തിട്ട് ഇതേപോലെ സാധനമൊക്കെയാണ് ആദ്യം പണിയുണ്ട്. നമുക്ക് എത്ര കോയമ്പത്തൂരിലെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പോകാനുള്ള സെറ്റപ്പാണ് അവർ പ്ലാൻ ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിനല്ല ടൗൺ പ്ലാനിങ് വേണം. എന്നാലേ കേരള നമ്പർ 1 പറഞ്ഞോണ്ടിരുന്നു. ഗാന്ധിപുരം സിറ്റി കൂടെയാണ് പോണത്. സിറ്റി ട്രാഫിക്കിൽ നിൽക്കാണ്ട് നമുക്ക് സിറ്റി കവർ ചെയ്യാനുള്ള ഫ്ലൈ ഓവർ. അതേപോലെയൊക്കെ കൊച്ചിയിലൊക്കെ എപ്പോഴാണ് പറഞ്ഞാൽ പോകണം ദൈവത്തിനറിയാം. നോക്കിയാൽ ഫ്ലൈ ഓവറിന് മുകളിൽ വേറെ ഫ്ലൈ ഓവർ, ഒരു ജംഗ്ഷൻ കട്ട് ചെയ്തേക്കണത്. എന്താ വെച്ചേക്കണം. ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയും പപ്പയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളും ഇവർ തല്ലു പിടിക്കണത് ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇവർക്കായിട്ട് കുറേ ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞവരിങ്ങനെ തല്ലു പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഞങ്ങൾക്ക് സമയം പോണത് അറിയത്തേ ഇല്ല. അല്ലെങ്കിൽ ഇത് റൗണ്ടാക്കി ഇട്ടാലും മതിയായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞല്ലേ, ഇപ്പൊ വൈറ്റിലൊക്കെ സ്പേസ് ഇല്ല പറഞ്ഞല്ലേ, ഇപ്പൊ ഇവിടെ സ്പേസ് ഇല്ല. ആദ്യം കേരളത്തിലെ ജനങ്ങളോട് സഹകരിക്കാൻ പറ. ജലിക്കലിനും പിന്നെ ജോസ് ജംഗ്ഷൻ ഫ്ലൈ ഓവർ വന്നാണ്, മനസ്സിലായ? ഏത് ഫ്ലൈ ഓവർ? അപ്പൊ തന്നെ ജോസ് ഗീസ് കീമാട്ടിയൊക്കെ സമരം ഹൈക്കോടതിയിൽ പോയി. മെട്രോയിലും സമരമൊക്കെ ഉണ്ടായാലുണ്ട്. മെട്രോ ഞങ്ങൾ സമരം ചെയ്തു. ഇവിടുത്തെ ബസ്സിലൊക്കെ കണ്ട ഈ സൈഡിൽ കണ്ട അവര് സ്റ്റാൻഡ് പോലെ അടിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് പറയാ, ഈ ആൾക്കാര് വണ്ടിയൊക്കെ അടിച്ച് വീഴുമ്പോ വണ്ടിയുടെ അടിയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്ത നൈസാണ്. അങ്ങനെ ചെയ്ത് വെച്ചാണ്. ഇനിയും 1 മണിക്കൂറുണ്ട്. 500 റോഡ് എങ്ങനെയുണ്ട്? റോഡോളാം വണ്ടികളുടെ ഇഷ്ടമായി. സംശയമില്ല. മൈസൂർ ഞാൻ പറഞ്ഞില്ലേ, മൈസൂർ ഡീവിയേഷൻ, സത്യമംഗലം ലെഫ്റ്റ്, സത്യമംഗലം ലെഫ്റ്റ്, തിരുപ്പൂർ റൈറ്റ്, ഈറോഡ് റൈറ്റ്. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞല്ലേ. ഈ കൊടുവേരിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലായിക്കോട്ടെ. നമുക്ക് കുറേ മലനിരകളും അതുപോലെ തന്നെ നമ്മുടെ തെങ്ങും തോപ്പുകളും വാഴത്തോപ്പുകളും അതേപോലെ പഴയ തമിഴ്നാട്ടിലെ കുറേ സ്റ്റൈല് വീടുകളുടെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണത്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എത്തിക്കുന്നത് കൊടിവേരി വാട്ടർഫോൾസിലാണ്. ഇത് ഈറോഡ് ഡിസ്ട്രിക്റ്റിലാണ്, ഗോപിച്ചെട്ടിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. കോയമ്പത്തൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു അറൗണ്ട് 90+ കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ സത്യമംഗലം
പോണ വഴിയൊക്കെയാണ്. ആ ഹൈവേന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. വാട്ടർഫോൾ അല്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു ചെക്ക് ഡാം പോലെ സെറ്റപ്പാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. പാർക്കിംഗ് തന്നെ പോയി കഴിഞ്ഞ് കുറെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മ എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. ഉള്ളില് ടിക്കറ്റ് ഒക്കെ എടുക്കാണ്ട് പോയി നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. തിരക്കാണെങ്കിലും സീനൊന്നുമില്ല. വെള്ളം ഉള്ളതുകൊണ്ടായിരിക്കും തിരക്കുള്ളത്. വെള്ളം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ പോണത്. പോവാം. എത്ര ഒരാൾക്ക്? 5 രൂപ. 5 രൂപ. ഇത് പ്രായമായ ഒരു അപ്പൂപ്പനെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ് കേട്ടോ. അതായത് കുരുത്തോല കൊണ്ടിട്ട്. അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞൂസിന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് 2 മേടിച്ചു കൊടുത്ത്. അതിൻ്റെ അകത്ത് കുറച്ച് കല്ലോ എന്തോ ഇട്ടിട്ട് കിലുക്കൊക്കെ ഉണ്ട്. പുറത്ത് പാർക്കിങ്ങിലൊക്കെ വണ്ടികൾ കണ്ടപ്പോൾ നമുക്ക് തിരക്കുണ്ടെന്ന് മനസ്സിലായെങ്കിലും അകത്തേക്ക് കയറിയപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെയധികം ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് ആ ഒരു ഡാം പോലുള്ള ഒരു ഇതാണ്. നമ്മൾ വെള്ളം ഒഴുകി പോണ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ മതലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊട്ടവഞ്ചി ആ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. നമ്മളെ ഒരു 50 രൂപയുള്ളൂ. കൊട്ടവഞ്ചിയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കറക്കിയിട്ടൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ അതവിടെ വർക്കിംഗ് ആയിരുന്നില്ല. അതെല്ലാം അവിടെ സൈഡിൽ മാറ്റി വെച്ചേക്കണായിരുന്നു. ഇതാ ഒരു തിരക്ക് കണ്ടോ. ഇത്രയും ആൾക്കാർ അന്ന് അവിടെ വന്നേക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്, നല്ല വെയിലും ഉണ്ട്. നമ്മുടെ ഭവാനി പുഴയാണ് ഈ ഒഴുകി വരുന്നത്. അപ്പോൾ അത് ഒഴുകണ ഒരു ചെക്ക് ഡാമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ വളരെ ഹൈറ്റ് കുറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ മണലിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നടക്കാനേ പറ്റുന്നുണ്ടായില്ല കേട്ടോ, കാല് പൊള്ളിയിട്ട്. നല്ല സുഖം. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് വേണം കേട്ടോ നമ്മൾ ആ ഒരു വാട്ടർഫോളിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട്. പക്ഷേ ആ എത്തണ വരെയും അവിടെയുള്ള പാറ മുഴുവൻ തെന്നലുള്ള പാറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി പിടിച്ച് വേണം പോകാനായിട്ട്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പോസിറ്റീവ് ഫീലായിരിക്കും. അത്രയും നല്ലൊരു തണുത്ത കാറ്റും ആ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കൂടണയൊക്കെ നമുക്ക് ശരിക്കും അനുഭവപ്പെടും കേട്ടോ. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണത് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇതേപോലത്തെ സ്പോട്ടുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാര്യം നമുക്ക് കിട്ടുന്ന ഒരു ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആശ്വാസം നൽകുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ കൊടുവേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൺഡേ അവിടെ നിറച്ച ആൾക്കാരായിരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങി. ഫോണൊന്ന് വെള്ളത്തിലേക്ക് വീണായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാനൊന്നുമില്ല. പോകുന്ന നേരം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മതി. വെയിലാണ്, കരിമ്പ്യൂസ് കുടിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ പേര് ബാക്കിയുള്ള ഫാമിലിയൊക്കെ അവിടെ ഇപ്പോഴും വെള്ളത്തിൽ കളിക്കണം. ഞാൻ പിന്നെ ഫോൺ വീണ ഹാങ് ഓവറിൽ മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ ഇനി ഫുഡ് കഴിക്കാണ്ട് അത് കാണിച്ചാൽ അത് കിടിലനാണത്. ഓരോന്ന കുളി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നപ്പാ? അത് ശരിയാണ്ട. ഭയങ്കര ബോഡി മസാജ് പോലെയാണ്. വെള്ളം വന്ന് മുഴുവത്തൊക്കെ വീഴുമ്പില്ലേ ഭയങ്കര ഒരു മസാജ് ചെയ്ത ബോഡി മസാജ് ചെയ്ത ഫീൽ തന്നെയാണ്. നടുവേനൊക്കെ ഉണ്ടെങ്കിൽ മാറും. സെറ്റാണ്. ഒട്ടണ വെയിലാണ് ടീമേ, ഒരു രക്ഷയില്ല. അമ്മയില്ലേ നീയില്ലേ ഫുഡ് കഴിക്കാൻ പോണാണ്. ഇവിടെ മറ്റേ മീൻ വറുത്തതും ചോറും ഒക്കെ ഉണ്ടാവും. കാഞ്ചനട്ട കായൽ മീൻ. ഇവര് നമുക്ക് ലൈവായിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത് തന്നെയാണ് ചെയ്യണത്. മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഏത് ഫിഷാണ് വേണ്ടതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇച്ചിരി ടൈം കൊണ്ട് അവർ നമുക്കത് ഫ്രൈ ചെയ്ത് തരും. എന്തൊക്കെയോ കുറേ മീനുകൾ. സ്ഥലം എങ്ങനെയുണ്ട്? സെറ്റപ്പ് എങ്ങനെയുണ്ട്?
ಜಿಲೇಬಿ ಕೇಳ್ತಿರ್ತೀನಿ. இது ஜிலேபிங்க, இது கல்பாசி, இது ரோகு, கட்லா இருக்கு, கெளுத்தி இருக்கு, மிருகால் இருக்குங்க. எல்லாமே இங்கே பாருங்க. யார் போட்டாக்கா? കൂടെ പോണ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കേട്ടോ ഇവർ ഫുഡ് കൊടുക്കണ സെറ്റപ്പ് ഉള്ളത്. അവിടെ മുഴുവൻ നിലത്ത് ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെയാണ് അവർ ഓരോരോ ഫാമിലി ആയിട്ട് വന്നിരിക്കും. അവർക്ക് ഫുഡ് ആവശ്യമുള്ളത് വിളമ്പി കൊടുക്കും. ഓരോരോ ടീമുകളാണ് ഓരോ സൈഡിലും ഫുഡ് കൊടുത്തോണ്ടിരിക്കണേ കേട്ടോ. ഇതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മേടിച്ച ഒരു മീൻ. ഇതിനവിടെ അവർ ജിലേബി എന്നാണ് പറയണത്. ഞങ്ങൾ മനസ്സിലാക്കിയത് നമ്മുടെ ഇവിടുത്തെ പിലോപ്പിയാണെന്ന് തോന്നണത്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സംഭവം ഫ്രഷ് ആയിരുന്നു, നല്ല മീനായിരുന്നു. പിന്നെ ചോറും രസവും, അധികം കറികളൊന്നുമില്ല, ചോറും രസവും പിന്നെ എന്തോ തക്കാളി കറി ഉണ്ടായിരുന്നു. അതൊന്നും നമ്മളങ്ങനെ മേടിച്ചില്ല. തക്കാളി അപ്പോൾ ഈ ചോറും രസവും ഈ മീൻ ഫ്രൈ ചെയ്തതും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത്. അഞ്ചു മീൻ എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ലേ? എന്റെ മോളാണ് തിന്നണം. ആ മീൻ്റെ ഒപ്പം പിന്നെ നമ്മൾ മേടിച്ചത് ഈ മീനാണ് കേട്ടോ. ഇതിൻ്റെ പേര് പാറയെന്നാണ് അവിടെ പറയണത്. നമ്മുടെ ഇവിടുത്തെ എന്ത് മീനാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ റിപ്പീറ്റ് ചെയ്ത ആ മീൻ കുറേ പ്രാവശ്യം മേടിച്ചായിരുന്നു. നമ്മക്ക് ഒന്ന് ചേരുമ്പോ ഇങ്ങോട്ട് വരും ആളാ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് അവർ ചോറൊക്കെ വെക്കണത്. മീൻ അവർ ഫ്രഷ് ആയിട്ട് ആ ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരും, നമുക്ക് ലൈവായിട്ട് കുക്ക് ചെയ്ത് തരും. എന്നിട്ട് ഇത് നമ്മുടെ പണ്ടത്തെ കാലത്തെ മിഠായിയാണ് കേട്ടോ. അച്ഛൻ ഇത് എപ്പോഴും പറയാറുണ്ട് കുഞ്ഞൂസിനോട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കും അവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പം നമ്മളത് മേടിച്ച അവന്മാർ സ്റ്റിക്കിലാണ് മേടിച്ചത്. അപ്പം നമ്മൾ പറയണ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ആ ചേട്ടനാക്കി തരുമായിരുന്നു കേട്ടോ. അപ്പം തുമ്പി ഒരു വാച്ചായിട്ടാണ് മേടിച്ചത്. അതേപോലെ ആ ചേട്ടൻ തന്നെ ഒരു മോതിരം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പൊടിവേരിന്നൊക്കെ ഇറങ്ങി. ഞാനിവിടെ അടുത്ത് തന്നെയാണ് സിറുമുഖൈ എന്നൊരു സ്ഥലമുണ്ട്. ഈ സോഫ്റ്റ് സിൽക്കൊക്കെ മെയിനായിട്ട് ഇവിടെ നിന്നാണ് നെയ്യണത്. നമ്മുടെ കേരളത്തില് മറ്റേ സ്ഥലല്ലേ കുത്താമ്പള്ളി, അതേപോലെ തമിഴ്നാട്ടിലുള്ള സ്പോട്ടാണ്. അപ്പം അങ്ങടെ പോണി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ കണ്ടുണ്ട്. അതായത് പൊടിവേരിന്ന്. അപ്പം അങ്ങോട്ട് പോയി വരെ ചുമ്മാ നോക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ പോയത് ഷൺമുഖം സിൽക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്കാണ്. അവിടുത്തെ അവരുടെ ഓണർ തന്നെ നമുക്ക് ഫുൾ സാരി എല്ലാം കാണിച്ചൊക്കെ തന്നു. നമ്മുടെ ഒപ്പം നടക്കുമായിരുന്നു കേട്ടോ. നമ്മൾ പോയ ഷോപ്പിന്റെ സൈഡിലുള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് ആ ഓണറിന്റെ കുട്ടിയാണത്. ആ കൊച്ചു അവിടെ നിന്നിട്ട് ബോൾ കളിച്ചോണ്ടിരിക്കണേന്ന് ഒറ്റക്ക്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സഹതാപം, അത് ഒറ്റക്ക് അവിടെ നിന്നിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ബാറ്റും ബോളുമായിട്ട് ഇറങ്ങിയേക്കണേ കേട്ടോ കളിക്കാനായിട്ട്. റേറ്റ് കുറവുണ്ടോ? റേറ്റ് എറണാകുളത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി റേറ്റ് കുറവാണ്.
കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് കാരപ്പൻ സിൽക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്കാണ്. ഇതും സോഫ്റ്റ് സിൽക്കിൻ്റെ ഷോപ്പാണ്. അവിടെ ഉള്ളതെല്ലാം അങ്ങനത്തെയാണ്. ഇവർക്ക് ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആ ചേച്ചി ഓരോ സാരിയും നമ്മളെ കാണിച്ചു തന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഓരോ ക്ഷമയോടെ നമുക്ക് ചോദിക്കുന്ന കളേഴ്സും അല്ലെങ്കിൽ എന്ത് പാറ്റേൺ വേണം അതെല്ലാം അവരിട്ടിട്ട് ഒരുപാട് സാരി എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി നോക്കാനാണ് പോയത്. ഇവിടെ നിന്ന് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്തു കേട്ടോ. പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മ ഒരു 3-4 കടയിൽ കയറിയിട്ടൊക്കെയാണ് നോക്കിയിട്ട് എടുത്തത്. റേറ്റ്സും പിന്നെ കളക്ഷനൊക്കെ നോക്കി മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് തന്നെ എടുത്തത്. നമ്മളെടുത്തത് ഫുൾ കുറെ സോഫ്റ്റ് സിൽക്കിന്റെ മാനുഫാക്ചറിങ് ഷോപ്സ് ഉണ്ട്. അപ്പോൾ വന്നവര് ഇതേപോലെ കയറി എല്ലാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് എടുത്താൽ മതി. റേറ്റ്സ് നല്ല വ്യത്യാസം ഉണ്ട്. നമ്മ കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും മെറ്റീരിയൽ വൈസ് ആണെങ്കിലും റേറ്റ് വൈസ് ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. ഇവളെടുത്ത സാരിയും കിട്ടുന്ന സാരി തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഈ റേഞ്ചിൽ അങ്ങനത്തെ സാരി കിട്ടുമെന്ന്. അപ്പൊ ഈ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കല്യാണം അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഭം കിട്ടും, നല്ല മെറ്റീരിയലും ആയിരിക്കും. അത് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ചോദിക്കണം. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.